അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നദാനി അക്വാറിയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവ് പോലെ വ്യാഴാഴ്ച നമ്മുടെ പതിവ് വിശേഷങ്ങൾ തന്നെയാണ്. ക്രൈഫിഷുകളെയൊക്കെ നമ്മൾ പിടിച്ച് റീറ്റെയിലായിട്ടൊക്കെ കൊറിയറായിട്ട് അയച്ചതിന് ശേഷം ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ഇന്ന് ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകളിലേക്ക് കൊടുക്കുന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സ്ഥിരം കാണിക്കുന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. സമയക്കുറവ് മൂലം നമുക്ക് ക്രൈഫിഷുകളെ പിടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിടിച്ച് പാക്കിങ് കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ അതേ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവച്ച് വന്നപ്പോൾ അതേ നീയെ കൊച്ചി ഇതേ അത് ഇങ്ങനെ എടുത്ത് ഇനി നമ്മുടെ സഞ്ചിയിലാക്കുന്ന പരിപാടി ഇതേ അവളുടെ പരിപാടികളാണ് ഈ കാണുന്നത്. അപ്പോൾ നീയെ കൊച്ചി ഇത് നമ്മുടെ കൂടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ പണിയിലൊന്നും ശല്യപ്പെടുത്താതെ അവൾ നമ്മുടെ കൂടെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. അത് കാരണം നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എണ്ണി ആ ചാക്കുകളിലേക്ക് ആക്കുന്ന സ്ഥിരം പരിപാടികൾ തന്നെയാണ്. ഇതുപോലെയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രത്തോളമൊക്കെ നമ്മൾ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും വലിയ ഹമ്പട ഫാമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത്രയൊന്നുമില്ല. നമ്മളൊരു ചെറിയ സെറ്റപ്പിൽ ഒരു ചെറിയ സ്ഥല പരിമിതിയിൽ നമ്മൾ ചെയ്ത് തുടങ്ങിയ ഒരു പരിപാടി തന്നെയാണിത്. ആദ്യമൊക്കെ നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അധികം വിലയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കുട്ടികളെ കൊണ്ടുവന്നതും. അത് കുറേ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളത് അവസാനിപ്പിക്കാതെ അതിൽ തന്നെ ഒന്ന് നിലനിന്നതുകൊണ്ടും കുറേ നാളുകൾ അതിൻ്റെ പിന്നാലെ കൂടിയതുകൊണ്ടും കുറേയേറെ കഷ്ടപ്പാട് സഹിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും കുട്ടികളെയൊക്കെ സെയിൽ ചെയ്യാനും ഇതുപോലൊരു ചാനലൊക്കെ ചെറുതായിട്ട് തുടങ്ങാനും ഒരുപാട് കൊറിയറുകളെ കഴിക്കാനൊക്കെ പറ്റിയത്. ഇതുപോലെ തന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറുകൾ ഇങ്ങനെ അയക്കുന്നത് മൂലം നമുക്ക് പല സ്ഥലങ്ങളിലുള്ളവരായിട്ട് ഒരു ചെറിയ പരിചയങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരായിട്ട് സംസാരിക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കിട്ടിയവരും മേടിച്ചവരൊക്കെ നമ്മളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് പറ്റിയത്. നമ്മുടെ ഉള്ളിലുള്ള ഓരോ ആഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ മേഖലകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനോടാണോ താല്പര്യം, നമുക്ക് എന്ത് ചെയ്യാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത്, അത് തന്നെയാണ് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല മേഖല. അപ്പോൾ ആ ഒരു മേഖല കണ്ടെത്താൻ അതിലൊരു ചവിട്ടുറപ്പ് കിട്ടി തുടങ്ങിയാലും പിന്നെ നമ്മൾ അതിൽ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കുക. ആ ഒരു സ്ഥിരത കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനവും കിട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കതൊരു ചെറിയ സന്തോഷത്തിന് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയുടെ അവസാനം എല്ലാ ആഴ്ചകളും ഉള്ള പോലെ പതിവ് വിശേഷങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.